ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചു. ഡോക്ടർ സാമുവൽ മോർ തിയോഫിലോസ് മെത്രാപ്പൊലീത്തയാണ് പുതിയ അധ്യക്ഷൻ. സഭാ ആസ്ഥാനത്ത് പ്രഖ്യാപന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ സാമുവൽ മോർ തിയോഫിലോസ് മെത്രാപ്പൊലീത്തയെ ഷാൾ അണിയിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സുജു ടി ബാബുവിനെ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്. സുജു, പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, പ്രഖ്യാപനം നടന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു കർമ്മമണ്ഡലം, മറ്റു വിശദാംശങ്ങൾ കൂടി. നിലവിൽ അദ്ദേഹം ചെന്നൈ ഭദ്രാസന അധ്യക്ഷനായിട്ടാണ് തുടരുന്നത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ അധ്യക്ഷനായിട്ടാണ് ഡോക്ടർ സാമുവൽ മോർ തിയോഫിലോസ് മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുത്തിരിക്കുന്ന. ഇന്ന് രാവിലെ സഭാ സിനഡ് ചേർന്നാണ് പുതിയ മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അറിയിച്ച പ്രകാരം ഏകകണ്ഠേനമായിട്ടാണ് ഈ സഭയുടെ പുതിയ അധ്യക്ഷനെ, രണ്ടാമത്തെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. 8 സിനഡ് അംഗങ്ങളായിരുന്നു ഇന്ന് ചേർന്ന ഈ സിനഡ് യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. 7 പേർ നേരിട്ടും ഒരാൾ ഓൺലൈനുമായി പങ്കെടുത്തുന്ന ഇത് 8 പേരുടെയും ഏകകണ്ഠേന അഭിപ്രായത്തോടുകൂടിയാണ് ബിലീവേഴ്സ് ക്രിസ്ത്യൻ ചർച്ചിന്റെ പുതിയ അധ്യക്ഷനായി തിയോഫിലോസ് തിരുമേനിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതേ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം നിമിഷങ്ങൾ കൂടിയാണ് കടന്നത്. അല്പസമയം മുമ്പ് സംസ്കരിച്ചത് പറഞ്ഞത് ഏറെ വേദനാജനകമായ സാഹചര്യം കൂടിയാണ്. ആദ്യത്തെ മെത്രാപ്പൊലീത്ത വിടവാങ്ങിയ ശേഷം ഇപ്പോൾ മെത്രാപ്പൊലീത്ത സഭ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെ പറ്റിയുള്ള കൂടുതൽ സംശയങ്ങളും വിവരങ്ങളും അല്പസമയം കൂടുതൽ ലഭിക്കും. വിനീഷ. സുജു, ഇപ്പോഴും സഭാ ആസ്ഥാനത്ത് പ്രഖ്യാപന ചടങ്ങുകൾക്കനുബന്ധിച്ചുള്ള ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. നേരത്തെ സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ സഭയ്ക്ക് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം. കാരണം രണ്ടാമത്തെ അധ്യക്ഷനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യത്തെ അധ്യക്ഷന്റെ ആകസ്മികമായ വിയോഗത്തിന് ശേഷം സഭയുടെ മുന്നിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്ന് തന്നെയായിരുന്നു, പുതിയ അധ്യക്ഷനെ കണ്ടെത്തുക എന്ന് തന്നെയായിരുന്നു. അതിപ്പോൾ വിജയകരമായി ഏകകണ്ഠേന ഡോക്ടർ സാമുവൽ തിയോഫിലോസ് മെത്രാപ്പൊലീത്തയെ സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഏത് രീതിയിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണമടക്കമുള്ള ചടങ്ങുകൾ, ഒപ്പം സഭാ അധികാരികൾ നൽകുന്ന ഒരു വിശദാംശങ്ങൾ എന്താണ്? കാരണം ഇനി തുടർന്നുള്ള ചടങ്ങുകൾ ഒക്കെ എങ്ങനെയാണ്? അല്പസമയത്തുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രഖ്യാപിക്കും. അത് സഭ സിനഡ് സെക്രട്ടറി ഉൾപ്പെടെ മറ്റ് പദ്ധതികളും ഈ പദവിയിലുള്ള അലങ്കരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. സഭയുടെ ദീർഘനാളായി സഭയുടെ മുന്നിൽ നയിച്ച ഇതിനൊപ്പം തിരുമേനി ഇത് തന്നെയാണ്. സഭയിലിപ്പം തിരുമേനി നമുക്കറിയാം എപ്പോഴും വാഗ്ദാനം ചെയ്ത ബിഷപ്പിനോടൊപ്പം തന്നെ വലങ്കയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ സഭയെ മുമ്പോട്ട് നയിക്കാമെന്ന സമധാരണയാണ് സഭാവിശ്വാസികൾക്കുള്ളത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സാമുവൽ മോർ തിയോഫിലോസ് മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പുതിയ മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിനീഷ. സുജു, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വെച്ചതുപോലെ തന്നെ സഭയുടെ ആദ്യ അധ്യക്ഷൻ അത്തനേഷ്യസ് മാർ യോഹന്നാൻ മെത്രാപ്പൊലീത്തയുടെ ആകസ്മികമായ ഒരു വിയോഗത്തെ തുടർന്നാണ് ഇപ്പോൾ സഭയ്ക്ക് പുതിയ ഒരു അധ്യക്ഷനെ പ്രഖ്യാപിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നത്. ഏത് രീതിയിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഈ പ്രഖ്യാപന പ്രക്രിയ ഒക്കെ? വിനീഷ, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സഭയെ സംബന്ധിച്ചിടത്തോളം സിനഡ് കൂടിയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അവരുടെ പുതിയ പരമാധ്യക്ഷനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. രാവിലെ സിനഡ് ഓഫീസർ 10 മണി കൂടിയാണ് സിനഡ് യോഗം ആരംഭിച്ചത്. 8 സഭയിലെ ഏറ്റവും മുതിർന്ന ബിഷപ്പുമാരാണ് ഈ സിനഡ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ 7 ആളുകൾ നേരിട്ടും ഒരാൾ ഓൺലൈനുമായി പങ്കെടുത്തിരുന്നത്. ഈ സിനഡ് യോഗത്തിൽ വെച്ച് ഐക്യകണ്ഠേനയാണ് ഇപ്പോൾ സഭയുടെ പുതിയ പരമാധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മോർ തിയോഫിലോസ് മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചു തന്നെ സഭയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് അവരെ സംബന്ധിച്ചോളം. കാരണം പ്രഥമ ബിഷപ്പായിരുന്ന മാർ യോഹന്നാൻ മെത്രാപ്പൊലീത്തയുടെ വിടവാങ്ങൽ ഇപ്പോൾ 40 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി സഭ ആസ്ഥാനത്ത് പുതിയ മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റു യാതൊരു ആശങ്കയോ അല്ലെങ്കിൽ അസുഖങ്ങൾക്കോ ഇട നൽകാതെ വണ്ണം സഭ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സഭയുടെ ഭരണഘടനാ പ്രകാരം തന്നെയാണ് ഇപ്പോൾ എല്ലാ ചടങ്ങുകളും പൂർത്തീകരിച്ചാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സഭയുടെ ആസ്ഥാനമായിരിക്കുന്ന തിരുവല്ലയിലെ ബിലീവേഴ്സ് സെന്റ് തോമസ്
കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. അതിന് സമീപത്ത് തന്നെയാണ് യോഹാൻ പ്രഥമൻ മെത്രാപ്പൊലീത്ത ഖബറടക്കിയിരിക്കുന്ന ആ ഖബറെങ്കിൽ വന്ന ഈ സിനഡ് പങ്കെടുത്ത തിരുമേനിമാർ ഒരുമിച്ചെത്തുകയും പ്രാർത്ഥന നടത്തുകയും അതിനുശേഷമാണ് ഇപ്പോൾ പള്ളിക്കുള്ളിൽ പ്രവേശിച്ച ശേഷം ആ പള്ളിയിൽ വെച്ച് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന സഭാവിശ്വാസികൾ ലോകത്ത് വിവിധ രാജ്യങ്ങളായി വിവിധ ഭൂഖണ്ഡങ്ങളാണ് സഭ വ്യാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ളവർക്ക് തന്നെ തത്സമയം ഈ സഭയുടെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന നമുക്കും അത് ദൃശ്യമാണ്. ഈ കാര്യങ്ങൾ തത്സമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏറെ പ്രാർത്ഥനാത്മകമായ നിർഭരമായ ഒരു ചടങ്ങിൽ വെച്ചാണ് ഇപ്പോൾ ബിലീവേഴ്സ് ക്രിസ്ത്യൻ ചർച്ചിന്റെ പുതിയ മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുത്തത്.